ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന പാഠം നമ്മൾ പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. നമ്മൾ കറച്ചലേ കംഫീദ എന്നുള്ളത്. അതിനു മുൻപ് ഞാൻ പർവ്വത പാവസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി നല്ല പഠിക്കുക. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഒന്ന് ഫസ്റ്റ് വൺ, ക്യാ ഇസ് ഗീത് കി കോയി ഐതിഹാസിക പൃഷ്ഠഭൂമി ഹെ? എന്താണ് ഈ ഗീതത്തിലെ ഐതിഹാസിക പൃഷ്ഠഭൂമി എന്ന് പറയുന്നത്? आंसर നോക്കാം. जी हाँ, इस गीत की ऐतिहासिक पृष्ठभूमि है 1962 में चीन ने तिब्बत की ओर से भारत पर आक्रमण किया था. उस समय अनेक सैनिक युद्ध भूमि में लड़ते लड़ते अर्थात देश की रक्षा करते हुए मृत्यु को प्राप्त हो गए थे. इसी युद्ध की पृष्ठभूमि पर हकीकत फिल्म का निर्माण हुआ था. इस फिल्म में भारत चीना युद्ध की यथार्थ स्थिति का परिचय जनसामान्य से करवाया गया था. यह गीत इसी फिल्म के लिए लिखा गया था. അപ്പോൾ ഈ പോയമിൽ എന്താണ് ഈ ഐതിഹാസികമായ പൃഷ്ഠഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത്? രണഭൂമി, അതായത് യുദ്ധഭൂമി. ഈ പോയത്തിൽ ഈ യുദ്ധഭൂമിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോൾ ഇവിടെ യുദ്ധഭൂമി ഉദ്ദേശിക്കുന്നത് ആൻസർ നമുക്ക് നോക്കാം. 1962 ഈ ചൈനക്കാർ നമ്മുടെ ഭാരതത്തിൻ്റെ മേലുള്ള ആക്രമിക്കാനായിട്ട് തയ്യാറെടുപ്പ് നടത്തുകയാണ്. അപ്പോൾ ആ ആക്രമണത്തെക്കുറിച്ച് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഭാരതത്തിലെ സൈനികർ ഒരുപാട് പേര് മരിച്ചു വീണു. അപ്പോൾ ആ യുദ്ധഭൂമി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ നമ്മുടെ ദേശത്തിന് വേണ്ടിയാണ് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളെല്ലാം മരിച്ചു വീണിരിക്കുന്നത്, നമ്മുടെ സ്വന്തം ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പോയം രചിച്ചത് തന്നെ അക്കിത്തത്തിൻ്റെ ഫിലിമിന് വേണ്ടിയിട്ടാണെങ്കിലും ഇവിടെ മെയിൻ ഭാരത ചീന യുദ്ധത്തിൻ്റെ യഥാസ്ഥിതിയാണ് ഇവിടെ ലേഖകൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സെക്കൻഡ് വൺ, സർ ഹിമാലയ കാ ഹംനെ നാം ജൂക്കിനെ ദിയ, ഇസ് ഭക്തി മേ ഹിമാലയ കിസ് ബാത്ത് കാ പ്രതീക് ഹെ? ഇവിടെ എന്താണ് ഹിമാലയത്തിന് ഇവിടെ നമ്മൾ മുട്ടുകുത്തിക്കരുത് എന്നുദ്ദേശിക്കുന്നത്? ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രതീകമായിട്ട് ഇവിടെ കണക്കാക്കുന്നത് ഹിമാലയത്തെ? അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം നമുക്ക്. इस भक्ति में हिमालय भारत का मान सम्मान का प्रतीक है. चीन ने भारत के मान सम्मान को चुनौती देते हुए हिमालय पर्वत की ओर से आक्रमण किया था. एक प्रकार से वह भारत के स्वाभिमान को चुनौती थी. भारतीय सैनिकों ने अपना सिर तो कटवा दिया परंतु अपनी मातृभूमि के मान सम्मान की रक्षा की. അതായത് ഈ പോയത്തിൽ ഹിമാലയത്തിനും നമ്മുടെ ഭാരതത്തിൻ്റെ സെയ്യും ആയിട്ടുള്ള ആ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹിമാലയത്തിന് നമ്മൾ എന്തൊക്കെ നമുക്ക് ആ ആക്രമണത്തെ നേരിടേണ്ടി വന്നാലും നമ്മുടെ തല പോയാലും വേണ്ടില്ല, നമ്മൾ നമ്മുടെ ഹിമാലയത്തിന് അതായത് മറ്റുള്ള രാജ്യക്കാർക്ക് വിട്ടുകൊടുക്കരുത്. അവരെ നമ്മൾ ഹിമാലയത്തിൽ നമ്മൾ സംരക്ഷിച്ച് കൊള്ളണം. അതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസറിൽ നമുക്ക് കവി പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് ഒരു തേർഡ് വൺ, ഇസ് ഗീത് മേ ധർത്തി കോ ദുൽഹൻ ക്യോं കഹാ ഗയാ ഹെ? ആൻസർ നോക്കാം. ഇസ് കവിത മേ ധർത്തി കോ ദുൽഹൻ कहा गया है क्योंकि भारतीय सैनिकों ने अपने खून से इसकी मांग भरी थी. भारतीय सैनिक इस दुल्हन की रक्षा के लिए जी जान से लड़े थे. चीन इस दुल्हन पर अपना हक जमाना चाहता था परंतु भारतीय सैनिकों ने സ്വയം കാ ബലിദാൻ देकर इसकी रक्षा की. ഇവിടെയും കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിലുള്ള ദുൽഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ദുഷ്ടന്മാരെ, അതായത് ശത്രു രാജ്യത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ശത്രു രാജ്യത്തിൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭാരതീയ സൈനികന് നമ്മുടെ ജീവൻ പോയാലും വേണ്ടില്ല, അതായത് ബലിദാൻ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ സാക്രിഫൈസ് ചെയ്യുക, ജീവൻ പോയാലും വേണ്ടില്ല, നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മൾ പടപൊരുതുക. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ദുൽഹനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇവിടെ നമ്മുടെ ഭൂമിയെ രക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഈ പോയത്തിൽ പറയുന്നു. നെക്സ്റ്റ് വൺ, गीत में ऐसी क्या खास बात होती है कि वे जीवन भर याद रह जाते हैं? ഇവിടെ ഈ ഗീതത്തിൻ്റെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ പോയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, അല്ലെങ്കിൽ ആരുടെ ജീവനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ ഇവിടെ പറയുന്നത്, ഈ പോയത്തിൽ പറയുന്നത്? അപ്പോൾ ഗീതമേ ഈ ഗീതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവനാത്മകത, മാർമികത, സച്ചായി, ഗേയത, സംഗീതാത്മകത
ആദ്യ ഗുണവത്തേക്ക് എന്തൊക്കെ പ്രത്യേകതകൾ അതിൻ്റെ, അതായത് നല്ല ഭാവനയുണ്ട്, അതുപോലെ തന്നെ സത്യാവസ്ഥ, ഒരു താളാത്മകത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജിസ്സേനെ ജീവൻ ഭർ യാതിനെ ജാതിയെന്ന്, എങ്ങനെയുള്ള ആൾക്കാരുടെ ജീവനാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. അതായത് കർച്ചലെ ഹം ഫീദ ഗീതമേ, ഈ കർച്ചലെ ഹം ഫീദ എന്നുള്ള ഈ പോയത്തിലെ ബലിദാൻ കി ഭാവന സ്പഷ്ട रूप से झलकती हैं जो हर हिंदुस्तानी की दिमाग में रच बस जाते हैं. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബലിദാനം ചെയ്ത നമ്മുടെ സൈനികരെ കുറിച്ചുള്ള സെന്റൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കവി ने साथियों संपादन का प्रयोग किसके लिए किया है. എന്താണ് ഇവിടെ സാത്യോ എന്നുള്ളതിനെ കുറിച്ച് സംബോധന ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. കവിനെ സാത്യോ ശബ്ദ का प्रयोग सैनिकों के साथियों एवं देशवासियों के लिए किया है. सैनिक स्वयं को मातृभूमि पर न्योछावर करते हुए मृत्यु के गल लगा रहे हैं. वे अपने साथियों पर देश की रक्षा का वार सांप रहे हैं, क्योंकि अब देश की रक्षा का दायित्व सैनिकों और देश के सभी नागरिकों का है. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ സാത്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് സംബോധന ചെയ്യുന്നത്? സാത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൂടെ നിൽക്കാം. അതായത് കവിയുടെ ആൻസർ നോക്കാം നമുക്ക്. കവിനെ സാത്യം शब्द को प्रयोग सैनिकों के साथियों एवं ദേശവാസിयों के लिए किया है. ഇവിടെ ഉദ്ദേശിക്കുന്ന സാത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സൈനികരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിൽക്കുക. സൈനികരെ സ്വയം എന്തിനു വേണ്ടിയിട്ട്, അതായത് സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ഓൾറെഡി ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരിക്കാൻ വേണ്ടി ഓൾറെഡി തയ്യാറെടുക്കുക. അങ്ങനെയുള്ളവരാണ് ന്യോച്ചാവ് എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം മാതൃഭൂമിക്ക് വേണ്ടി. അങ്ങനെയുള്ളവരുടെ രക്ഷ, അതായത് ആ സാധ്യവും നമ്മുടെ ആ ഗ്രൂപ്പ് എന്തുകൊണ്ടാണെന്നെങ്കിൽ മെയിൻ നമ്മളെല്ലാവരും അവരുടെ കൂടെ നിൽക്കണം. ആരുടെ കൂടെ? ഈ സൈനികരുടെ കൂടെ നമ്മളെല്ലാം ഒന്ന് ചേർന്ന് നമ്മുടെ ദേശത്തിന് വേണ്ടി പൊരുതണം എന്നാണ് ഇവിടെ സാധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, कवि ने इस कविता में किसी काफिलों को आगे बढ़ते रहने की बात कही है. कवि आंसर നോക്കാം. कवि ने इस कविता में देश के लिए न्योछावर होने वाले काफिलों को आगे बढ़ाते रहने की बात कही है. न्योछावर होने का यह क्रम नित्य प्रति चलते रहना चाहिए, क्योंकि मातृभूमि हर पल बलिदान मांगती है. देश की रक्षा में न्योछावर हो जाना ही सबसे बड़ा बलिदान है. ഇവിടെ ഉദ്ദേശിക്കുന്നത് മെയിൻ കാഫിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു ഗ്രൂപ്പാണ്. അതായത് നമ്മുടെ ദേശത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു ഓരോ സൈനികരുടെ ഓരോ ഗ്രൂപ്പും മരിച്ചു വീഴുമ്പോഴും നെക്സ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാകണം. അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ കാഫിലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ ഓരോ ഗ്രൂപ്പ് മരിച്ചു പോയാലും നമ്മളുടെ ഈ ഭാരതം സൈനികരില്ലാതെ ഒഴിഞ്ഞു പോയി കിടക്കരുത്. എന്തുകൊണ്ടാണെങ്കിൽ എപ്പോഴും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കുണ്ടാകണം. അപ്പോൾ കുറേ പേര് മരിച്ചു വീണാലും നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഉണ്ടാകണം. അതായത് മാതൃഭൂമിക്ക് വേണ്ടി ബലിദാനം ചെയ്യാനായിട്ടുള്ള ഓരോ ഗ്രൂപ്പ്. ബലിദാനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സെയിം ഒരേപോലെ തന്നെ അത് നമ്മുടെ ജീവൻ പോയാലും വേണ്ടില്ല, ദേശത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് ഗീത് മേ സർ पर कफन बांधना किस ओर संकेत करता है. आंसर मौका. सर पर कफन बांधना का अर्थ होता है मौत के लिए तैयार हो जाना. यह गीत शत्रुओं में से रणभूमि में लड़ने की ओर संकेत करता है. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കഫൻ ബാന്ധന എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ എന്താണ്? അപ്പോൾ ഇവിടെ കഫൻ ബാന്ധന എന്ന് പറഞ്ഞാൽ സർ पर कफन बांधना का अर्थ होता है മൗത്ത് കേലിയെ തയ്യാർ ഹോ ജാന, നമ്മൾ മരിക്കാൻ തയ്യാറാകാം എന്നുള്ളതാണ് ഈ കഫൻ ബാന്ധന എന്നുള്ള ഇവിടെ നമുക്ക് തന്നിട്ടിരിക്കുന്ന സെൻറ്റൻസ് കൊണ്ട് അർത്ഥാക്കുന്നത്. മരിക്കാൻ തയ്യാറായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ये गीत शत्रुओं से रणभूमि में लड़ने की ओर संकेत करता है. നമ്മൾ ശത്രുക്കളുടെ യുദ്ധഭൂമിയിൽ ചെന്ന് നമ്മൾ ശത്രുക്കളെ തോൽപ്പിച്ച് നമ്മുടെ സ്വന്തം രാജ്യത്തെ രക്ഷിക്കുക. അത്ര തന്നെയാണ് ഇവിടെ. അതിന് വേണ്ടി നമ്മൾ മരിക്കാനും തയ്യാറെടുക്കുക. ओके. അപ്പോൾ സൈനിക അപ്പോൾ युद्धक्षेत्र में उतरते हैं तो वे देश की मान सम्मान की रक्षा के लिए प्राण तक देने को तैयार रहते हैं. नेक्स्ट वन നോക്കാം. इस कविता का
പ്രതിപാദ്യ അപ്നെ ശബ്ദവും മേ ലിഖിയെ. ഇവിടെ എന്താണ് ഈ കവിതയിൽ പ്രതിപാദിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ്, നമുക്ക് എന്താണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. प्रस्तुत कविता का प्रतिपाद्य यह है कि देश की प्रत्येक नागरिक को अपनी मातृभूमि की रक्षा और स्वतंत्रता बनाए रखने के लिए हर समय तैयार रहना चाहिए. यूँ तो हमारे वीर सैनिक सदैव हमारे सीमांत प्रदेशों में डटे हुए हैं और दुश्मनों का जी जान में सामना कर रहे हैं. लेकिन बलिदेवी എന്ന് പറഞ്ഞാൽ ബലിദാനം തന്നെ ഉദ്ദേശിക്കുന്നത്. पर न्यौछावर होते समय वे हम सबसे यह अपेक्षा रहती है कि हम भी मातृभूमि की रक्षा के लिए ऐसा संभव प्रयत्न करें. वस्तु यह प्रत्येक ഭാരതവാസി കർത്തവ്യം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പോയത്തിൽ എന്താണ് ഉള്ളടക്കം, അതായത് എന്തിനെ കുറിച്ചാണ് ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കവിതയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്, നമ്മുടെ സ്വയം മാതൃഭൂമിക്ക് വേണ്ടി, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി, അതായത് ദേശരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ മരിക്കാനായിട്ട് തയ്യാറെടുക്കാം. അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ പെട്ടാലോ നമ്മൾ ജീവൻ പോയാലോ നമ്മൾ നമ്മുടെ ദേശത്തെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ ഭാരതീയൻ്റെയും കടമയാണ് എന്നുള്ളതാണ് ഈ പോയത്തിൽ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജാസ്തി ഞാൻ പോയത്തിൽ ഒരുപാട് നന്നായി പറഞ്ഞ കാരണം കൊണ്ട് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. നെക്സ്റ്റ് ക്ലാസ് ഞാൻ മനുഷ്യത എന്ന് പറഞ്ഞ പോയിടുണ്ട്. ആ മനുഷ്യത എന്ന് പോയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ അതുമാതിരി ഇട്ട് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടും മുന്നേ തന്നെ ഫുള്ള് പോയം ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, അത് നല്ല പഠിച്ചിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുക. കാരണം ഒരുപാട് ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഓക്കെ, ബൈ.